നമസ്കാരം. കേരളത്തിലെ എല്ലാ ഗ്രാമപഞ്ചായത്തുകളും തങ്ങളുടെ ഭരണ കാലയളവിൽ കൈവരിച്ച നേട്ടങ്ങളും ഭാവിയിൽ പ്രാവർത്തികമാക്കാൻ ഉദ്ദേശിക്കുന്ന വികസന പ്രവർത്തനങ്ങളും കേരള വിഷൻ ന്യൂസിന്റെ പ്രത്യേക പരിപാടിയായ എന്റെ പഞ്ചായത്തിലൂടെ പങ്കുവയ്ക്കുകയാണ്. ഇന്ന് നമ്മളോടൊപ്പം അതിഥികളായി ഉള്ളത് കണ്ണൂർ ജില്ലയിലെ കടന്നപ്പള്ളി പാണപ്പുഴ പഞ്ചായത്ത് പ്രസിഡന്റ് സുലജ ടി, ആലപ്പുഴ ജില്ലയിലെ കാവാലം പഞ്ചായത്ത് പ്രസിഡന്റ് സത്യദാസ് ടി എന്നിവരാണ്. എല്ലാവർക്കും എന്റെ പഞ്ചായത്തിലേക്ക് സ്വാഗതം. ഇന്ന് ആദ്യം നമ്മൾ പോകുന്നത് കണ്ണൂർ ജില്ലയിലേക്കാണ്. കാർഷിക മേഖല, മാലിന്യ സംസ്കരണം, സ്ത്രീ ശാക്തീകരണ രംഗത്തടക്കം നിരവധി വികസന പ്രവർത്തനങ്ങൾ നടത്തുന്ന കടന്നപ്പള്ളി പാണപ്പുഴ പഞ്ചായത്ത് പ്രസിഡന്റ് സുലജ ടിയുണ്ട്. നമസ്കാരം ശ്രീമതി സുലജ. ഈ ഒരു ഭരണ കാലയളവിലെ വികസന പ്രവർത്തനങ്ങളെ എങ്ങനെയാണ് ഒറ്റനോട്ടത്തിലൊന്ന് വിലയിരുത്താനാവുക? ഞങ്ങളുടെ ഗ്രാമപഞ്ചായത്ത് 53.75 ചതുരശ്ര കിലോമീറ്റർ വിസ്തൃതിയുള്ള ഒരു പഞ്ചായത്താണ്. പ്രധാനപ്പെട്ട കണ്ണൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജ്, കണ്ണൂർ ഗവൺമെന്റ് ആയുർവേദ കോളേജ്, ഡെന്റൽ കോളേജ്, അതിനോടനുബന്ധിച്ചുള്ള 18ഓളം സ്ഥാപനങ്ങൾ, ഇവയൊക്കെ പ്രവർത്തിക്കുന്നത് കടന്നപ്പള്ളി പാണപ്പുഴ ഗ്രാമപഞ്ചായത്തിലാണ്. പൊതുവെ കാർഷിക മേഖലയ്ക്ക് ഏറെ പ്രാധാന്യം നൽകിക്കൊണ്ടുള്ള പ്രവർത്തനങ്ങളാണ് ഗ്രാമപഞ്ചായത്ത് നടത്തി വരുന്നത്. നമ്മുടെ പഞ്ചായത്തിൽ പ്രധാനമായും കവുങ്ങ്, തെങ്ങ്, നെൽകൃഷി, അതുപോലെ തന്നെ വാഴക്കൃഷി, പച്ചക്കറി കൃഷി, അതോടൊപ്പം തന്നെ റബ്ബർ, കുരുമുളക്, ഇവയൊക്കെ വ്യാപകമായ തോതിൽ കൃഷി ചെയ്തു വരുന്നുണ്ട്. നിരവധിയായിട്ടുള്ള കർഷകർ ഈ ഒരു മേഖലയിൽ ആധുനിക രീതിയിലുള്ള ജൈവ വൈവിധ്യ മാർഗങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് കൃഷി ചെയ്യുന്ന ഒരു പഞ്ചായത്ത് കൂടിയാണ് കടന്നപ്പള്ളി പാണപ്പുഴ ഗ്രാമപഞ്ചായത്ത്. നമ്മുടെ കർഷകർക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ സഹായങ്ങളും സബ്സിഡി നിരക്കിൽ വളങ്ങളും മറ്റും ലഭ്യമാക്കിക്കൊണ്ടും നിരവധിയായിട്ടുള്ള പ്രവർത്തനങ്ങളാണ് ഈ ഒരു മേഖലയിൽ നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. നേരത്തെ തന്നെ നമ്മുടെ ഗ്രാമപഞ്ചായത്തിൽ സസ്യ ആരോഗ്യ ക്ലിനിക്ക് പ്രവർത്തിച്ചു വരുന്നുണ്ട്. കർഷകർക്ക് ഈ മേഖലയിൽ വരുന്ന പ്രശ്നങ്ങൾ, നേരത്തെ കൃഷിയുമായി ബന്ധപ്പെട്ട് ചെടികൾക്കുണ്ടാകുന്ന കീടരോഗ ബാധകൾ ഉൾപ്പെടെ കണ്ടെത്തി പരിഹരിക്കാൻ കഴിയുന്ന തരത്തിലുള്ള ഇടപെടലുകളാണ് ഗ്രാമപഞ്ചായത്ത് ഇപ്പോൾ സംഘടിപ്പിച്ചു വരുന്നത്. തീർച്ചയായിട്ടും കാർഷിക മേഖലയിൽ അടക്കം നിരവധി പ്രവർത്തനങ്ങളാണ് കടന്നപ്പള്ളി പാണപ്പുഴ ഗ്രാമപഞ്ചായത്ത് നടത്തി വരുന്നത്. ഇപ്പോൾ വേനൽക്കാലമാണ്, കുടിവെള്ളക്ഷാമമൊക്കെ നേരിടുന്ന ഒരു കാലഘട്ടമാണ്. ഈ ഗ്രാമപഞ്ചായത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള കുടിവെള്ളക്ഷാമം രൂപപ്പെടുന്നുണ്ടോ? എങ്ങനെയാണ് ഈ കുടിവെള്ളക്ഷാമം പരിഹരിക്കാൻ ഗ്രാമപഞ്ചായത്തിന്റെ ഒരു ഇടപെടൽ എത്രത്തോളമാണ്? നിരവധി പ്രദേശങ്ങളിൽ വ്യാപകമായ തോതിൽ കുടിവെള്ളക്ഷാമം നേരിട്ടുകൊണ്ടിരുന്ന ഒരു പഞ്ചായത്തായിരുന്നു കടന്നപ്പള്ളി പാണപ്പുഴ ഗ്രാമപഞ്ചായത്ത്. എന്നാൽ ജലജീവൻ മിഷൻ പദ്ധതി നിലവിൽ വന്നതോടുകൂടി നമ്മുടെ ഗ്രാമപഞ്ചായത്തിലെ മുഴുവൻ പ്രദേശങ്ങളിലും നമുക്ക് കുടിവെള്ളം എത്തിക്കാൻ വേണ്ടി ഇപ്പോൾ സാധിച്ചിട്ടുണ്ട്. അപ്പൊ ചില പൈപ്പ് പൊട്ടുന്നതിൻ്റെ ഒക്കെ ഭാഗമായി ചില സമയങ്ങളിൽ വെള്ളം കിട്ടാത്തൊരു സ്ഥിതിവിശേഷം ഒഴിച്ച് പരമാവധി നമ്മുടെ എല്ലാ പഞ്ചായത്തിന്റെ എല്ലാ ഭാഗങ്ങളിലേക്കും കുടിവെള്ളം എത്തിച്ചുകൊണ്ട് സമ്പൂർണ്ണ കുടിവെള്ളം ലഭ്യമാകുന്ന പഞ്ചായത്ത് എന്ന പ്രഖ്യാപനത്തിലേക്ക് നമ്മൾ എത്തിക്കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ മുൻകാലങ്ങളിലൊക്കെ ഉണ്ടായിരുന്നത് പോലുള്ള വെള്ളം വിതരണം ചെയ്യുന്ന ഒരു അവസ്ഥ ഇപ്പോൾ ഗ്രാമപഞ്ചായത്തിൽ നിലവിലില്ല. അതോടൊപ്പം നമ്മൾ തൊഴിലുറപ്പ് പദ്ധതിയിലൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് നമ്മുടെ തോടുകളിലും ഒക്കെ പുഴകളിലും ഒക്കെ നിരവധിയായിട്ടുള്ള താൽക്കാലിക തടയണകൾ നിർമ്മിച്ചുകൊണ്ട് വരൾച്ചയെ നേരിടാനുള്ള പ്രവർത്തനങ്ങൾ ഇപ്പോൾ വ്യാപകമായ തോതിൽ സംഘടിപ്പിച്ചു വരുന്നുണ്ട്. തീർച്ചയായിട്ടും ജനങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യങ്ങളിൽ നിന്നാണ് പാർപ്പിടം, ഗതാഗതം എന്ന് പറയുന്നത്. ഗ്രാമപഞ്ചായത്തിന്റെ ഒരു ഭവന പദ്ധതിയും അതുപോലെ തന്നെ ഈ ഗതാഗതം, ഈ റോഡ് നിർമ്മാണത്തിലൊക്കെ, റോഡ് നവീകരണം, വഴിവിളക്കുകൾ അടക്കമുള്ള പദ്ധതികളിൽ ഗ്രാമപഞ്ചായത്തിന്റെ ഒരു ഇടപെടൽ എത്രത്തോളമാണ് ഉണ്ടായിട്ടുള്ളത്? ലൈഫ് ഭവന പദ്ധതിയാണ് ഏറ്റവും പ്രധാനമായിട്ട് നമ്മളിപ്പോൾ നടപ്പിലാക്കൊണ്ടിരിക്കുന്ന ഭവന നിർമ്മാണ പദ്ധതി. അപ്പൊ അതിൽ നമ്മുടെ ഗ്രാമപഞ്ചായത്തിൽ 2020 നടത്തിയ സെൻസസിന്റെ ഭാഗമായി 124 കുടുംബങ്ങളാണ് ഉൾപ്പെട്ടിരുന്നത്. ഈ 124 കുടുംബങ്ങൾക്കും വീട് നൽകാൻ ആവശ്യമായ രീതിയിലുള്ള ശക്തമായ ഇടപെടലാണ് ഗ്രാമപഞ്ചായത്ത് നടത്തിയിട്ടുള്ളത്. ഇപ്പൊ പരമാവധി ഈ വീട് ചില സാങ്കേതിക പ്രശ്നങ്ങളുടെ ഭാഗമായി, വ്യക്തികളുടെ ഭാഗത്തുനിന്നുണ്ടായ കുറവുകളുടെ ഭാഗമായി നമുക്ക് എഗ്രിമെന്റ് വെക്കാൻ വേണ്ടി കഴിയാത്ത കുറച്ച് കേസുകൾ ഒഴികെ മുഴുവൻ ഈ വർഷത്തോടുകൂടി നമുക്ക് മുഴുവൻ കുടുംബങ്ങൾക്കും ഭൂരഹിതരായ മുഴുവൻ കുടുംബങ്ങൾക്കും വീട് വെച്ചു കൊടുക്കുന്ന രീതിയിലുള്ള പ്രവർത്തനമാണ് ഇപ്പോൾ സംഘടിപ്പിച്ചു വരുന്നത്.
തീർച്ചയായിട്ടും ഒരു കൂട്ടായ ഗ്രാമപഞ്ചായത്തിന്റെ എല്ലാ ഭരണസമിതിയുടെയും കൂട്ടായ ഒരു പ്രയത്നം തന്നെയാണ് ഇത്തരത്തിലുള്ള വികസന പ്രവർത്തനങ്ങളിലേക്കൊക്കെ മുൻനിരയിൽ ഈ ഗ്രാമപഞ്ചായത്തിനെ കടന്നപ്പള്ളി പാണപ്പുഴ ഗ്രാമപഞ്ചായത്തിനെ എത്തിക്കുന്നത്. ആരോഗ്യ മേഖലയിൽ ഗ്രാമപഞ്ചായത്തിന്റെ ഒരു ഇടപെടൽ എത്രത്തോളമാണ്? ആരോഗ്യ മേഖലയിൽ നമ്മൾ എടുത്തു പറയാൻ വേണ്ടി കഴിയുന്ന പ്രവർത്തനങ്ങളാണ് ഗ്രാമപഞ്ചായത്ത് സംഘടിപ്പിച്ചു വരുന്നത്. നമ്മുടെ നേരത്തെ ഞാൻ പറഞ്ഞു കഴിഞ്ഞു, കണ്ണൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജ്, കണ്ണൂർ ഗവൺമെന്റ് ആയുർവേദ കോളേജ് സ്ഥിതി ചെയ്യുന്നത് കടന്നപ്പള്ളി പാണപ്പുഴ ഗ്രാമപഞ്ചായത്തിലാണ്. അതുകൂടാതെ നമ്മുടെ ഗ്രാമപഞ്ചായത്തിൽ ഒരു കുടുംബ ആരോഗ്യ കേന്ദ്രവും ഒരു പ്രാഥമിക ആരോഗ്യ കേന്ദ്രവും അതിന്റെ കീഴിലായി 5 ജനകീയ ആരോഗ്യ കേന്ദ്രങ്ങളും പ്രവർത്തിക്കുന്നുണ്ട്. ഇവയ്ക്കൊക്കെ സ്വന്തമായി കെട്ടിടവും എല്ലാവിധത്തിലുള്ള അടിസ്ഥാന സൗകര്യങ്ങളും ഗ്രാമപഞ്ചായത്തിന്റെ വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി നൽകിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഒരു ഹോമിയോ ഡിസ്പെൻസറി, ഒരു ആയുർവേദ ഡിസ്പെൻസറിയും ഗ്രാമപഞ്ചായത്തിൽ പ്രവർത്തിക്കുന്നുണ്ട്. ഇവയൊക്കെ മരുന്നുകളുടെ കാര്യത്തിലായാലും വാർഷിക പദ്ധതിയിൽ ഏറ്റവും ഊന്നൽ നൽകിക്കൊണ്ട് നമ്മൾ സൗജന്യമായി എല്ലാ രോഗികൾക്കും വരുന്ന എല്ലാവർക്കും മരുന്ന് ഉൾപ്പെടെ ലഭ്യമാകുന്ന തരത്തിലുള്ള പ്രവർത്തനങ്ങളാണ് സംഘടിപ്പിച്ചു വരുന്നത്. അതിൽ നല്ലൊരു മുന്നേറ്റം നമുക്ക് ഈ ഒരു മേഖലയിൽ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി നമുക്ക് സാധിക്കുന്നുണ്ട്. അതിന്റെ കൂടെ തന്നെ പാലിയേറ്റീവ് പരിചരണ പദ്ധതി, ഇപ്പൊ സംസ്ഥാന ഗവൺമെന്റ് തന്നെ ഏറ്റവും ഊന്നൽ നൽകിക്കൊണ്ടിരിക്കുന്ന ഒരു പദ്ധതിയാണ് പാലിയേറ്റീവ് പരിചരണ പദ്ധതി. 124 കിടപ്പ് രോഗികളാണ് നമ്മുടെ ഗ്രാമപഞ്ചായത്തിൽ ഹോം കെയർ ആവശ്യമായിട്ടുള്ളവരായിട്ടുള്ളത്. ആ മുഴുവൻ ആളുകൾക്കും ഒരു മാസത്തിൽ 20 ഹോം കെയർ എന്ന ലക്ഷ്യത്തോടുകൂടിയാണ് നമ്മൾ പ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുന്നത്. പാലിയേറ്റീവ് നേഴ്സ്, അതോടൊപ്പം തന്നെ ആശാ വർക്കർമാർ, എല്ലാ ഭരണസമിതി അംഗങ്ങളും അതാത് വാർഡിൽ ഹോം കെയറിന്റെ ഭാഗമായി പോവുകയും നമുക്ക് ഇതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രത്യേകത എന്നുള്ളത് കണ്ണൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലെ ഡോക്ടർമാർ ഉൾപ്പെടെ ഈ ഹോം കെയറിന്റെ ഭാഗമായി നമ്മുടെ കൂടെ വരികയും വീടുകളിലെത്തി ഇത്തരത്തിൽ കിടപ്പ് രോഗികളെ ചികിത്സിക്കുകയും അവർക്ക് ആവശ്യമായ നിർദ്ദേശങ്ങളും സാധനവും ഒക്കെ നൽകുന്നു എന്നുള്ളതും വലിയൊരു പ്രത്യേകതയാണ്. തീർച്ചയായിട്ടും. അതുപോലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് മാലിന്യ സംസ്കരണം എന്നത്. മാലിന്യ നിർമ്മാർജ്ജനത്തിന് ഗ്രാമപഞ്ചായത്ത് ഏതൊക്കെ പദ്ധതികളാണ് നടപ്പിലാക്കുന്നത്? ഹരിതകർമ്മ സേന അംഗങ്ങളെ ഒക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ള വികസന പ്രവർത്തനങ്ങൾ എത്രത്തോളമാണ് നടപ്പിലാക്കിയിട്ടുള്ളത്? ശുചിത്വ മാലിന്യ സംസ്കരണ രംഗത്തും വലിയ മുന്നേറ്റം നമ്മുടെ ഗ്രാമപഞ്ചായത്തിന് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട്. 2 MCFകൾ നമ്മുടെ ഗ്രാമപഞ്ചായത്തിൽ ഇപ്പോൾ സ്ഥാപിച്ചു കഴിഞ്ഞിട്ടുണ്ട്. അതോടൊപ്പം 15 വാർഡുകളാണ് ഞങ്ങൾക്കുള്ളത്. 16 മിനി MCFകൾ ഇപ്പോൾ സ്ഥാപിച്ചു കഴിഞ്ഞു. ഇപ്പൊ ടെൻഡർ നടപടി പൂർത്തിയാക്കി ഓരോരോ വാർഡിലും ഒന്നുകൂടി അങ്ങനെ 15 മിനി MCFകൾ കൂടി ഇപ്പൊ പുതുതായി ഓരോ വാർഡിലും സ്ഥാപിക്കുവാൻ വേണ്ടി പോവുകയാണ്. 25 ബോട്ടിൽ ബൂത്തുകൾ നമ്മൾ ഇതിന്റെ ഭാഗമായി ശുചിത്വ മാലിന്യ സംസ്കരണ രംഗത്ത് പ്രവർത്തനത്തിന്റെ ഭാഗമായി സ്ഥാപിച്ചു കഴിഞ്ഞിട്ടുണ്ട്. അതോടൊപ്പം തന്നെ 95% വീടുകളിലും ജൈവ മാലിന്യങ്ങൾ സംസ്കരിക്കാൻ ആവശ്യമായിട്ടുള്ള ബയോ ബിന്നുകൾ ഇപ്പൊ നമ്മൾ നൽകി കഴിഞ്ഞു. ഈ വർഷത്തെ പദ്ധതിയോടുകൂടി 100% വീടുകളിലും ബയോ ബിന്നുകൾ സ്ഥാപിക്കാൻ വേണ്ടി കഴിയുമെന്നുള്ളൊരു ധാരണയാണ് ഗ്രാമപഞ്ചായത്തുള്ളത്. ഹരിതകർമ്മസേനകളെ കുറിച്ച് പറയുമ്പോൾ വലിയ രീതിയിലുള്ള പ്രവർത്തനമാണ് അവർ സംഘടിപ്പിച്ചു വരുന്നത്. 15 വാർഡുകളിലായി 2 വീതം 30 ഹരിതകർമ്മസേന അംഗങ്ങളാണ് നമ്മുടെ ഗ്രാമപഞ്ചായത്തിലുള്ളത്. കൃത്യമായി എല്ലാ വീടുകളിലും പോയി ഓരോ മാസത്തിലും 100% യൂസർ ഫീ കളക്ഷൻ എന്ന നിലയിലേക്ക് നമുക്ക് എത്തിച്ചേരാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട്. കഴിഞ്ഞ വർഷം തന്നെ 100% യൂസർ ഫീ കളക്ട് ചെയ്യുന്ന ഗ്രാമപഞ്ചായത്ത് എന്ന പ്രഖ്യാപനം നമ്മൾ നടത്തി കഴിഞ്ഞിട്ടുണ്ട്. എല്ലാ ജൈവ മാലിന്യങ്ങളും കൃത്യമായ കലണ്ടർ വെച്ചുകൊണ്ട് തന്നെ ഹരിതകർമ്മസേന അംഗങ്ങൾ കളക്ട് ചെയ്യുകയും അതോടൊപ്പം തന്നെ നമ്മുടെ സ്ഥാപനങ്ങളും 28 അംഗൻവാടികളാണുള്ളത്. 28 അംഗൻവാടികളിലും ബയോ ബിന്നുകളും സോഫ്റ്റ് പിറ്റുകളും നമ്മൾ നൽകി കഴിഞ്ഞു. 13 സ്കൂളുകളുണ്ട്. അവയ്ക്കും ഇപ്പം ഈ വർഷത്തോടുകൂടി ബയോ ബിന്നുകളും സോഫ്റ്റ് പിറ്റും നൽകി പൂർത്തീകരണത്തിലേക്ക് എത്തുകയാണ്. അതോടൊപ്പം തന്നെ നമ്മൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രത്യേകത എന്നുള്ളത് 6 പൊതു ശ്മശാനങ്ങളാണ് ഗ്രാമപഞ്ചായത്തിന്റെ ഉടമസ്ഥതയിലുള്ളത്. ഇത് ഈ എല്ലാ ശ്മശാനങ്ങളും ആധുനിക രീതിയിൽ നമുക്ക് സംസ്കാരം നടത്താൻ ആവശ്യമായ തലത്തിലേക്കുള്ള വെള്ളവും മറ്റു വൈദ്യുത സൗകര്യങ്ങളും ഉൾപ്പെടെ ലഭ്യമാക്കുന്നതിന് വേണ്ടിയുള്ള ഏകദേശം അതൊരു പൂർത്തീകരണ ഘട്ടത്തിലേക്ക് ഇപ്പം എത്തിക്കഴിഞ്ഞിരിക്കുകയാണ്. തീർച്ചയായും ഏറ്റവും എടുത്തു പറയേണ്ടത് കണ്ണൂർ ജില്ലയിലെ മുഴുവൻ ആളുകളുടെയും ഒരു വിവരശേഖരണം നടത്തുന്ന ഒരു ഗ്രാമപഞ്ചായത്താണ്. കണ്ണൂർ വിവരസഞ്ചയിക എന്നുള്ള ഒരു വിവരശേഖരണമായിട്ടുള്ള ഒരു പദ്ധതി അടക്കം നടപ്പിലാക്കുന്നുണ്ടല്ലോ. കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പദ്ധതി എന്ന നിലയിലാണ് ജില്ലയിലെ ഗ്രാമപഞ്ചായത്തുകളുമായി സഹകരിച്ചുകൊണ്ട് കണ്ണൂർ വിവര സഞ്ചയിക എന്ന പേരിലുള്ള നമ്മുടെ ഓരോരോ ഗ്രാമപഞ്ചായത്തിലെ മുഴുവൻ ആളുകളുടെയും വ്യക്തി വിവരം ഉൾപ്പെടെ ശേഖരിച്ചുകൊണ്ട് ഒരു പുസ്തകം തയ്യാറാക്കിയിട്ടുള്ളത്. ഇത് പ്രത്യേകമായിട്ടുള്ള വളണ്ടിയേഴ്സിനെ വെച്ചുകൊണ്ട് എന്യൂമറേറ്റർമാരെ വെച്ചുകൊണ്ട് വീടുകളിൽ ഉൾപ്പെടെ പോയി കൃത്യമായ വിവരശേഖരണം നടത്തി കണ്ണൂർ ജില്ലാ പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ ഒരു വിവരസഞ്ചയിക എന്നുള്ള പുസ്തകം പ്രസിദ്ധീകരിച്ചു കഴിഞ്ഞിട്ടുണ്ട്. അപ്പൊ അതിൽ കണ്ണൂർ ജില്ലയിൽ ഏറ്റവും മെച്ചപ്പെട്ട രീതിയിലുള്ള ഒരു റിപ്പോർട്ട് തയ്യാറാക്കിയിട്ടുള്ള പഞ്ചായത്ത് എന്ന നിലയിൽ കഴിഞ്ഞ ദിവസമാണ് നമ്മുടെ ബഹുമാനപ്പെട്ട തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി ജില്ലയിൽ 1ാം സ്ഥാനത്ത് എന്ന നിലയിൽ കടന്നപ്പള്ളി പാണപ്പുഴ ഗ്രാമപഞ്ചായത്തിന് കണ്ണൂർ വിവര സഞ്ചയികയിൽ 1ാം സ്ഥാനത്ത് എത്തിയ പഞ്ചായത്തിനുള്ള അനുമോദനം നൽകിയിട്ടുള്ളത്.
ഇനി ഏറ്റവും എടുത്തു പറയേണ്ടത് ആധുനിക കാലഘട്ടത്തിൽ ഈ ഒരു സാഹചര്യത്തിൽ നമ്മൾ നേരിടുന്ന ലഹരിയുടെ ഉപയോഗമാണ്. കുട്ടികളിലും യുവാക്കളിലും അടക്കം ലഹരിയുടെ ഉപയോഗം വർദ്ധിച്ചു, ആക്രമണങ്ങളൊക്കെ ഉണ്ടാകുന്ന ഒരു സാഹചര്യമാണ്. ഈ ഒരു ലഹരി വിരുദ്ധ പദ്ധതികൾ എങ്ങനെയാണ് ഗ്രാമപഞ്ചായത്ത് നടപ്പിലാക്കുന്നത്? കുട്ടികളിൽ ബോധവൽക്കരണ ക്ലാസുകൾ അടക്കം നടപ്പിലാക്കുന്നുണ്ട്. തീർച്ചയായും നമ്മളിപ്പോൾ അതിന്റെ പ്രവർത്തനങ്ങൾ ഇപ്പോൾ ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ പഞ്ചായത്തിൽ ഒരു ഹയർ സെക്കൻഡറി സ്കൂളാണ് ഇപ്പോൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ആ ഹയർ സെക്കൻഡറി സ്കൂളിനെ കേന്ദ്രീകരിച്ചുകൊണ്ട് കഴിഞ്ഞ ദിവസം, അതായത് മാർച്ച് 8 സർവ്വദേശീയ വനിതാ ദിനത്തിന്റെ ഭാഗമായി നമ്മൾ ആ സ്കൂളിലെ SPC കുട്ടികൾ, അതോടൊപ്പം തന്നെ അമ്മമാരെയും SPC കുട്ടികളെയും മറ്റുമൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് വിപുലമായ രീതിയിലുള്ള ഒരു ബോധവൽക്കരണ ക്ലാസ് നമ്മൾ സംഘടിപ്പിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ബോധവൽക്കരണ ലഹരിക്കെതിരെയുള്ള പ്രതിജ്ഞ നമ്മൾ എടുത്തു കഴിഞ്ഞിട്ടുണ്ട്. ഇനി വ്യാപകമായ രീതിയിൽ നമ്മുടെ UP സ്കൂളുകളും, അതുപോലെ തന്നെ ഇപ്പോൾ എക്സാമിന്റെ പീരീഡാണ്, എക്സാം കഴിഞ്ഞ ഉടനെ നമ്മുടെ ഹൈസ്കൂളുകളിൽ ഉൾപ്പെടെ വിപുലമായ രീതിയിലുള്ള ക്യാമ്പയിൻ പ്രവർത്തനം നൽകാൻ പ്ലാൻ ചെയ്ത് കഴിഞ്ഞു. അതോടൊപ്പം കുടുംബശ്രീ തലത്തിൽ നമ്മൾ ഇതുമായി ബന്ധപ്പെട്ട ലഹരിക്കെതിരെയുള്ള ക്യാമ്പയിൻ പ്രവർത്തനം നടത്താനുള്ള തയ്യാറെടുപ്പെല്ലാം നടത്തി കഴിഞ്ഞിട്ടുണ്ട്. ഈ ഒരു മേഖലയിൽ വലിയൊരു ഇടപെടൽ നേരത്തെ തന്നെ കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ ഇതുമായി ബന്ധപ്പെട്ട് കുടുംബശ്രീ തലത്തിലും സ്കൂൾ തലത്തിലും നിരവധിയായിട്ടുള്ള ക്യാമ്പയിൻ പ്രവർത്തനങ്ങൾ നമ്മൾ സംഘടിപ്പിച്ചു വരുന്നുണ്ട്. ഇനിയുള്ള ഭാവി പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണ്? ഇനി ഏതൊക്കെ പദ്ധതികളാണ് പൂർത്തീകരിക്കാനുള്ളത്? പ്രധാനമായും നമ്മൾ ഭാവിയിൽ ഉദ്ദേശിക്കുന്നത് പശ്ചാത്തല സൗകര്യ വികസനം തന്നെ. അപ്പൊ സേവന മേഖലയിലൊക്കെ നല്ലൊരു മുന്നേറ്റം നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട്. അത് പറയുമ്പോൾ തന്നെ 28 അംഗൻവാടികൾ നമ്മുടെ ഗ്രാമപഞ്ചായത്തിലുണ്ട്. 28 അംഗൻവാടികളുടെ അടിസ്ഥാന സൗകര്യം എന്നുള്ളത് ഏറ്റവും മെച്ചപ്പെട്ട നിലയിലുള്ള അംഗൻവാടികളാണ്. ശിശു സൗഹൃദ അംഗൻവാടികളാക്കി മാറ്റി ഈ വർഷത്തെ സംസ്ഥാന ഗവൺമെന്റിന്റെ മികച്ച അംഗൻവാടിക്കുള്ള അവാർഡും മികച്ച അംഗൻവാടി ഹെൽപ്പർക്കുള്ള അവാർഡും നമ്മുടെ പഞ്ചായത്തിലെ 2 അംഗൻവാടികൾക്കാണ് ലഭിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ സ്കൂളുകളുടെ കാര്യത്തിലായാലും വലിയ മുന്നേറ്റം, വിദ്യാഭ്യാസ മേഖലയിൽ വലിയ മുന്നേറ്റം നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട്. പൊതുവെ ഇനിയിപ്പോൾ നമ്മുടെ പ്രധാനപ്പെട്ട ഇനി അങ്ങോട്ടുള്ള പ്രവർത്തനങ്ങൾ എന്ന് പറയുമ്പോൾ ഏറ്റവും കൂടുതൽ നമ്മൾ ഊന്നൽ നൽകിക്കൊണ്ടിരിക്കുന്നത് കാർഷിക മേഖലയിൽ കുറച്ചും കൂടി വ്യാപിച്ചുകൊണ്ട്, ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പച്ചക്കറി കൃഷിയിൽ ഏറ്റവും കണ്ണൂർ ജില്ലയിൽ തന്നെ ഏറ്റവും മെച്ചപ്പെട്ട അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ കൃഷി ചെയ്യുന്ന ഒരു പഞ്ചായത്താണ് കടന്നപ്പള്ളി കളപ്പുഴ ഗ്രാമപഞ്ചായത്ത്. നമ്മുടെ ഗ്രാമപഞ്ചായത്തിലേക്ക് ആവശ്യമായിട്ടുള്ള പച്ചക്കറി ഉത്പാദിപ്പിക്കുന്ന സ്വയം പര്യാപ്തയിൽ നമുക്ക് എത്തിച്ചേരാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട്. അടുത്ത സമീപ പഞ്ചായത്തുകളിൽ ഉൾപ്പെടെ നമ്മുടെ പഞ്ചായത്തിൽ ഉത്പാദിപ്പിച്ച പച്ചക്കറികൾ ഇപ്പോൾ ലഭ്യമാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. കുറച്ചും കൂടി ഇനി ഈ മേഖലയിൽ വ്യാപിക്കാൻ വേണ്ടി കഴിയണം. കാരണം നമ്മുടെ ഗ്രാമപഞ്ചായത്തിൽ വരുന്ന നിരവധിയായിട്ടുള്ള ചെങ്കൽ പണകൾ, ഉപയോഗശൂന്യമായിട്ടുള്ള ചെങ്കൽ പണകൾ ഉൾപ്പെടെ ഉണ്ട്. അവയൊക്കെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് നമുക്ക് മൃഗസംരക്ഷണ മേഖലയിൽ ആവശ്യമായ പദ്ധതികളും, അതുപോലെ തന്നെ പച്ചക്കറി കൃഷി ഉൾപ്പെടെയുള്ള കാർഷിക മേഖലയിലുള്ള പദ്ധതികൾ ഉൾപ്പെടെ ആ ഒരു മേഖല ഉൾപ്പെടെ നടത്തണം എന്നുള്ളൊരു ലക്ഷ്യമുണ്ട്. അതോടൊപ്പം തന്നെ പശ്ചാത്തല മേഖലയിൽ പ്രധാനമായും സ്ട്രീറ്റ് ലൈറ്റുകൾ, ഇപ്പൊ നിലവിലെ സ്ട്രീറ്റ് ലൈറ്റുകളെല്ലാം LED ആണ് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഇനി കുറച്ചും കൂടി എല്ലാ റോഡുകളിലും സമ്പൂർണ്ണമായ സ്ട്രീറ്റ് ലൈറ്റുകൾ സ്ഥാപിക്കുന്നതിന് വേണ്ടിയുള്ള ഇടപെടൽ ഗ്രാമപഞ്ചായത്ത് നടത്തുന്നുണ്ട്. ഗ്രാമ വെളിച്ചം എന്ന പേരിൽ നമ്മുടെ ഓരോരോ വീടുകളിലെ സഹകരണത്തോടു കൂടി അവരിൽ നിന്ന് ഒരു ലൈറ്റ്, ഒരു ബൾബ് റോഡിലേക്ക് എടുത്തുകൊണ്ട് ആ രീതിയിൽ ഓരോരോ കുടുംബങ്ങൾ, നമ്മുടെ ഓരോ വാർഡിലുമുള്ള ഓരോരോ കുടുംബങ്ങളുടെ സഹകരണത്തോടുകൂടി ഗ്രാമ വെളിച്ചം എന്ന പേരിൽ പുതിയൊരു പദ്ധതി നമ്മളിപ്പം ഈ വർഷം ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട്. തുടർന്നുള്ള വർഷങ്ങൾ മുഴുവൻ എല്ലാ വാർഡുകളിലെ മുഴുവൻ റോഡുകളിലും വ്യാപിപ്പിച്ചുകൊണ്ട് സമ്പൂർണ്ണ സ്ട്രീറ്റ് ലൈറ്റിലുള്ള ഒരു പഞ്ചായത്ത് മാറ്റണം എന്നുള്ള ഒരു ലക്ഷ്യം നമുക്കുണ്ട്. അതോടൊപ്പം തന്നെ റോഡുകളുടെ കാര്യത്തിൽ ഇപ്പൊ തന്നെ വലിയൊരു മുന്നേറ്റം നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട്. ഒരു മേഖലയിൽ കുറച്ചുകൂടി ഗതാഗത പ്രശ്നം, പ്രത്യേകിച്ചും ഒരു ഗ്രാമീണ മേഖലയിലാണ് നമ്മുടെ ഗ്രാമപഞ്ചായത്ത്, ഒരു ഗ്രാമീണ സ്വഭാവത്തോടുകൂടിയ പഞ്ചായത്താണ്. അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും നിരവധി ഭാവി പ്രവർത്തനങ്ങളൊക്കെയാണ് ഗ്രാമപഞ്ചായത്തിന്റെ ഭാഗത്തുള്ളത്. എല്ലാ ഭാവി പ്രവർത്തനങ്ങളും യാഥാർത്ഥ്യമാകട്ടെ എന്ന് ആശംസിക്കുന്നു. നന്ദി ശ്രീമതി സുലചാട്ടി.